ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു അമ്പലത്തിൽ പോകുന്ന വീഡിയോ ആണ് കേട്ടോ. കാരണം അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോകാന്ന് വെച്ചാൽ ഞാനും ചേട്ടായും കൂടി ഒരുങ്ങി അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല, ആദ്യമായിട്ട് പോകുന്ന ഒരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ ചെറുപ്പളശ്ശേരി ചെറപറ എന്നുള്ള സ്ഥലത്താണ് അയ്യപ്പൻ്റെ അമ്പലമുള്ളത്, മലയുടെ മുകളിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ സംശയം തോന്നിയപ്പോൾ ആൾക്കാരോട് ഇങ്ങനെ ചോദിച്ചിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു കുളം കണ്ടപ്പോൾ ഒരു വീഡിയോ കൂടി എടുത്തിട്ടു. അങ്ങനെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ ഒരു വീട്ടിൻ്റെ മറ്റേ ഗേറ്റിൻ്റെ മുകളിൽ മയിൽ നിൽക്കും. അപ്പോൾ അതും കൂടി കണ്ടു. അതൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എങ്ങനെ തിരഞ്ഞു പിടിച്ചൊക്കെ എത്തിയിട്ട് ഇങ്ങനെ കയറുകയാണ് കേട്ടോ. അപ്പോൾ കയറി ഞാൻ വിചാരിച്ചൊരു ജസ്റ്റ് ഒരു അമ്പലമായിരിക്കും എന്നാണ് കരുതി കേട്ടോ. മലയുടെ മുകളിൽ, ഇത് മലയുടെ മുകളിൽ എന്ന് പറയുമ്പോൾ നല്ലൊരു 100 പടിയൊക്കെ ഉണ്ടാവും. എൻ്റെ ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് 100 പടി ഉണ്ടാവും കേട്ടോ. അപ്പം ഞാനിങ്ങനെ കല്യാണം പോലെ ഓടിയൊക്കെ കയറുന്നുണ്ട്. കയറി നോക്കുമ്പോൾ ലാസ്റ്റ് ആകുമ്പോഴേക്കും ഞാൻ തളർന്നു, എനിക്ക് പറ്റണില്ല കേട്ടോ. അപ്പം അങ്ങനെ എങ്ങനെയൊക്കെ ഞങ്ങൾ മലയുടെ മുകളിൽ കയറി. ശരിക്കും പറഞ്ഞാൽ അയ്യപ്പനെ കാണാൻ വേണ്ടിയിട്ട് കുറേ ബുദ്ധിമുട്ടിയിട്ടൊക്കെയല്ലേ നമ്മൾ അമ്പലത്തിൽ ചെല്ലേണ്ടത്. കല്ലും മുള്ളും അങ്ങനെ പല പല മലകളും അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ അങ്ങനെ ചെല്ലാറ് അയ്യപ്പനെ കാണാൻ. അതുപോലത്തെ ഒരു എന്താ പറയുക, എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇന്ന്. ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക്. ആ മലയുടെ മുകളിൽ കയറും തോറും എന്താ പറയുക, നല്ല നല്ല വ്യൂസ്, എനിക്ക് അവിടെ കയറും തോറും നല്ല നല്ല വ്യൂ കാണുന്നുണ്ട് കേട്ടോ. അവിടുന്ന് താഴേക്ക് മുകളിൽ നിന്ന് താഴെ കാണുമ്പോൾ നല്ല രസമുണ്ട്. അപ്പം അങ്ങനെ അമ്പലത്തിൽ എത്തി. ഒരു വലിയൊരു അമ്പലം എന്നൊന്നുമല്ല, കുഴപ്പമില്ല, നല്ലൊരു അമ്പലമാണ്, മലയുടെ മുകളിലാണ്. ഇവിടെ എന്ത് നമ്മൾ വിചാരിച്ച് തൊഴുതാലും അതങ്ങനെ നടക്കുന്നതാണ്. അപ്പോൾ അവിടെ ചെന്ന് തൊഴുത് പ്രസാദം മേടിച്ചു. പിന്നെ അവിടെ നിന്നൊരു അരവണ പായസം, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. അയ്യപ്പൻ്റെ ശബരിമല പോയി കഴിഞ്ഞാൽ എനിക്ക് എല്ലാം കൊല്ലം കിട്ടുന്നതാണ്. അപ്പോൾ അതുപോലെ അതേ സെയിം ടേസ്റ്റിലായിരുന്നു അവിടുത്തെ അരവണ പായസം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അവിടെ നിന്നൊരു പാർസലും കൂടി, ഒരു ബോക്സും കൂടി മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ തിരിക്കണ സമയത്ത് ഇവിടെ കാണുമ്പോൾ ഞങ്ങൾ കുറച്ച് നേരം മരത്തിൻ്റെ താഴെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അങ്ങനെ വ്യൂ ഒക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. ശരിക്കും ഫോണിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ടേ നമുക്ക് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ല, നേരിട്ട് തന്നെ പോയി കാണണം. അങ്ങനെയൊക്കെ കഴിഞ്ഞു. ഞങ്ങളിങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ പറയുന്നുണ്ട് കയറുമ്പോൾ കൊല്ലാതെ ബുദ്ധിമുട്ടിയില്ല, ഇനി ഇറങ്ങുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കുന്നുണ്ട്. എന്നിട്ട് മറ്റേ നമ്മുടെ വീട്ടിൽ നല്ല വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെച്ചിരിക്കണ ചെടികളൊന്നും പൂവുണ്ടാവില്ല. ഇപ്പോൾ നോക്കിയേ, വെള്ളമൊന്നും ഒഴിക്കാത്തൊരു സ്ഥലത്താണ് ഇങ്ങനെ ചട്ടിപ്പൂവൊക്കെ നല്ലോണം നിൽക്കുന്നുണ്ട് നോക്കിയേ. അപ്പോൾ അതും കണ്ട് ഞാൻ അവനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ അമ്പലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 9:30ക്കാണ് അമ്പലത്തെത്തിയത്. ബിക്കോസ് നിങ്ങൾക്ക് സ്ഥലം അറിയില്ല, അങ്ങനെ അന്വേഷിച്ച് ഞങ്ങൾ അമ്പലത്തെത്തി. അതുപോലെ ഒരുപാട് റോഡ് ഭയങ്കര മോശമായിരുന്നു, എന്നാലും കുഴപ്പമില്ല, എനിക്ക് അവിടെ പോയപ്പോൾ ഭയങ്കര സമാധാനം കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ.